നമ്മള് ഇത് രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് ഇത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ചെറുതായിട്ടൊരു തുടക്കം മാത്രമാണ്. നമ്മളുടെ കയ്യിലുള്ള മൊബൈല് നമ്മൾ വെറുതെ കുറെ കമന്റ്സ് ഇടാൻ മാത്രമല്ല, അത് നമ്മുടെ ലൈഫ് അതിനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ ഈ ഈ കയ്യിലിരിക്കുന്ന ഈ മെഷീൻ കൊണ്ട് ഉപകാരം ഉണ്ടാകുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനുബന്ധമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ഈ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഇത് തന്നെയാണ്. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ 50 വയസ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രായമായവരൊക്കെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുമാണ്. അതേപോലെ തന്നെ പ്രായം ഒരു വിഷയമല്ല കേട്ടോ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ ഓൺലി, അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു 5 സാധനം കൊണ്ടുവന്നു. 5 ഞാൻ കൂടുതൽ പറയും, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു 5 ആണ് എൻ്റെ ഒരു നമ്പർ ഈസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള 5 തൊഴിൽ സാധ്യതകൾ എന്ന് പറയുന്നത്, അതും ഞാൻ നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ തന്നെ സെയിം. ഒന്നാമത്തത് എൻ്റെ എപ്പോഴും ഉള്ളൊരു ഇതാണ് ഫ്രീലാൻസ് റൈറ്റപ്പ്. നിങ്ങൾ റൈറ്റപ്പ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് ഏജ്ഡ് ആയവർക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ അത് മറ്റവർക്ക് ഇൻസ്പയർ ചെയ്യും. അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളാണെങ്കിലും മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ അത് വേറൊരാൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കി കൊടുക്കുക, അതൊരു നല്ല കാര്യമല്ലേ. അപ്പം റൈറ്റപ്പ് എപ്പോഴും നല്ലതാണ്. നമ്മളുടെ മനസ്സിൻ്റെ ഭാരം മാറാനും ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ എഴുത്തുകളാണ്. നന്നായി എഴുതുക. അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ എഴുതി വെക്കുന്ന നല്ലൊരു ശീലമാണ്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം മറന്നു പോയെങ്കിൽ റീകളക്ട് ചെയ്യാൻ ഈ എഴുത്തുകൾ കൊണ്ട് ഉപകാരപ്രദവും. അതുപോലെ ഫ്രീലാൻസ് റൈറ്റപ്പ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ പാർട്ട് 1 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫ്രീലാൻസ് റൈറ്റപ്പ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. അപ്വർക്ക്, ഫിവർ, അതുപോലുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഈ 50 വയസ്സ് കഴിഞ്ഞവർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്. ഇപ്പം അത് പഠിക്കണം ആദ്യം. ഇപ്പം അറിഞ്ഞുകൂടാത്തവരാണ്, അറിയുന്നവർക്ക് ഓക്കെയാണ്, അറിഞ്ഞുകൂടാത്തവരുണ്ടാവില്ല. ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ നെറ്റിൽ. യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ സെയിം മെറ്റീരിയൽ തന്നെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂട്ടോറിയൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം മെനക്കെടേണ്ടി വരും. ഇതിൻ്റെയൊക്കെ അസംസ്കൃത വസ്തുക്കൾ അങ്ങനെയല്ലേ പറയുക, ഇതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ കിട്ടുന്നത് നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള ഫാൻസി സ്റ്റോറുകളുണ്ടാവുമല്ലോ, അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് അതിന് ഡൊണേറ്റ് ചെയ്യും. ഐ മീൻ ചിലപ്പോൾ തരുമായിരിക്കും, ഡൊണേറ്റ് അല്ല, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അവരിൽ തന്നെ മെറ്റീരിയൽസ് കാണുകയും ചെയ്യും. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിക്കുക. നിങ്ങൾക്ക് എബിലിറ്റി ഏതിലാണോ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് എന്നുള്ളവർ, ഇപ്പോൾ ചിലർക്ക് ചെറിയ ബാഗൊക്കെ തുന്നി കൊടുക്കാൻ പറ്റും, കൂടെ തുന്നൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഞങ്ങളെയൊക്കെ പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ സെയിൽസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. സോ അതിനകത്ത് ഒരുപാട് ലേഡീസ് ഉണ്ട്, ഒത്തിരി പേര് യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരുമെന്ന് വെച്ചാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ പ്രൊമോട്ട് ചെയ്ത് തരും. നിങ്ങൾ അതിൻ്റെ എമൗണ്ടും എത്രയാണ് ഇതിന് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിക്ചർ ഉൾപ്പെടെ ഒരു ചെറിയ പോസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ടോ ഞങ്ങൾക്കൊക്കെ ഇട്ട് തന്നാൽ ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-25 പേരെങ്കിലും വാച്ച് ചെയ്യും, 10-25 വാങ്ങിക്കുകയും ചെയ്യും. സോ അത് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ ഞങ്ങൾ കൂടുതൽ സജഷൻസ് കൊടുക്കും, കൂടുതൽ പേരിലേക്ക് എത്തും. 25 ഒരു ചെറിയ നമ്പറല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഇതായിരിക്കും. പിന്നെ ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ഇപ്പം ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറേയധികം സാമ്പത്തിക പ്രാരാബ്ദം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിവോഴ്സ് അതിനോടനുബന്ധിച്ച് കുറേ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓല വാങ്ങിയിട്ട് വെള്ളത്തിൽ അഴുക്കി അത് മെടഞ്ഞ് വിൽക്കുമായിരുന്നു. എനിക്ക് സത്യത്തിൽ അത് അറിയത്തില്ല, പക്ഷെ ഞാൻ എവിടെയൊക്കെ കണ്ട് പഠിച്ച് അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് ഈ സാധനം കണ്ട് പഠിച്ചിട്ട് അത് വെച്ച് വല്ലമുണ്ട, വല്ലം എന്ന് പറഞ്ഞാൽ പുല്ല് പറിക്കാനുള്ള ഒരു ക്യാരേജ് ബാഗ് തന്നെയാണ് വല്ലം എന്ന് ഞങ്ങളൊക്കെ പറയുക. തിരുവനന്തപുരം സൈഡിൽ അങ്ങനെ പറയാം. ഇപ്പം വല്ലം ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് പില്ല് പറിക്കുക, പില്ല് വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അറിവ് വളർത്തുക എന്നതിനപ്പുറം നമ്മുടെ ഈഗോ വളർത്തുക എന്നുള്ളതല്ല. എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും പാരലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ജോബ്സ് ഉണ്ട്. സോ അതുപോലെ ഉള്ള മെറ്റീരിയൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഓലയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർക്കൊക്കെ സമയം പോകുന്ന ചൂലുണ്ടാക്കി വിൽക്കാറുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇതിനൊന്നും ഈഗോ വിചാരിക്കേണ്ട കാര്യമില്ല. ടേക്ക് യുവർ ഓൺ ടൈം. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത്.
ഇനി അത് താണ ഇതാണെന്ന് വെച്ചാൽ അങ്ങനെ കുറേ പേരുണ്ട്, അവർക്കിത് എന്താണ് ഐഡിയ എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ആൻഡ് ദ മെറ്റീരിയൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ചാണകം പോലും നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൂട്ട ചാണകം ചിലപ്പോൾ 25 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്കൊക്കെ ഇവിടെ കടയിൽ നിന്ന് കിട്ടും. മീൻസ് നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഫാമിൽ നിന്ന് കിട്ടുമായിരിക്കും. പക്ഷേ ഇതേ സാധനം നമ്മളത് പാക്കറ്റിലാക്കി ഉണക്കി നമ്മൾ ഞാൻ പറഞ്ഞ കുറച്ച് കരിയിലയും മറ്റുമൊക്കെ ചേർത്ത് വെച്ച് കുഴച്ച് ചുവരിലേക്ക് അടിച്ചു വെച്ച് കൊടുക്കും. അത് ഉണങ്ങുമ്പോൾ ഒരു പീസ് ഓഫ് കേക്ക് പോലെ ഇരിക്കും, ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിൽ. ഈ ഒരു പീസിന് ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കും എത്ര രൂപയാണെന്ന്. ഒരു കൊട്ട ചാണകം തന്നെ എത്ര രൂപയ്ക്ക് ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മതിലിലേക്ക് ഇങ്ങനെ അടിച്ച് വെച്ച് അത് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല സൂപ്പർ പാക്കപ്പ് ചെയ്തിട്ട് അത് ആമസോണിൽ വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വളരെ ചീപ്പായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ സാധനം. ചാണകം വിൽക്കാൻ പറയണമെന്ന് വെച്ചാൽ അതും ഒരു ഉൽപ്പന്നമാണ്. അതിനെ നമുക്ക് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വിൽക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇനി അത് ചാണകം വിൽക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. പിന്നെ ഫേസ്ബുക്കൊക്കെ നല്ല പ്ലാറ്റ്ഫോംസാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുക, ഫേസ്ബുക്കിൽ കൂടെ കൊടുക്കാം. അതൊക്കെ നല്ല മാർക്കറ്റ് പ്ലേസാണ്. ഇതിനിടയ്ക്ക് എൻ്റെ മകൻ വന്ന് നോക്കിയിട്ട് പോയതാണ് ഇത് എന്താണ് കാരണത്തിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണേന്ന്. ഓക്കെ, അതൊരു വശത്ത് കിടക്കട്ടെ. പിന്നെ കുക്കിംഗ് ക്ലാസ്. ഇപ്പോഴുള്ള ന്യൂജൻ കുട്ടികളൊക്കെ തന്നെ കുക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് യൂട്യൂബാണ് നോക്കുന്നത്. സോ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം. ഇപ്പോൾ ചില അമ്മമാർ എല്ലാവരും ഇട്ടിരിക്കുന്ന സംഗതി അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ എന്ത് പറയാനെന്ന്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, മുളകും പുളി ഉണ്ടാക്കാൻ ഇവർക്ക് അറിയില്ല, അറിയാമോ? നമുക്കത് അറിയത്തില്ലേ? അപ്പം നമ്മൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സോ ഏത് സാധനമാണ് നൊസ്റ്റാൾജി ആയിട്ടുള്ള സാധനം അതിനെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പിടിച്ചിട്ട് കൊടുക്കുക. ഇതിനൊന്നും ഒരു പാടുമില്ല. വേണമെങ്കിൽ അതിൻ്റെ ഡെമോയും ഇട്ടേക്കാം. ഞാൻ ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ഡെമോ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പല സാധനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റായി വളരെ കൗതുകത്തോടെ നോക്കും ഇപ്പോഴത്തെ കുട്ടികൾ. നമ്മളുടെ കാലഘട്ടത്തിലുള്ള കുട്ടികളല്ല ഇപ്പോഴുള്ളതെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഒരു സ്പ്രേ എടുത്തുകൊണ്ട് അടിക്കാൻ. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ പൂച്ചെടിയില്ലേ അതൊന്ന് പിഴിഞ്ഞ് അതിൽ നിന്ന് വരുന്നൊരു പച്ച ചാറ് അങ്ങോട്ട് ഒഴിക്കും. അതാണ് ഈ മുറിവുകൾ ഉണങ്ങാൻ ഏറ്റവും നല്ല സാധനമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തെങ്ങിൻ്റെ പിന്നെ തെങ്ങിൻ്റെ ആ ഒരു ഇലയുടെ മടലുണ്ടല്ലോ, അതിനകത്തൊരു തരം പൂപ്പലിരിപ്പുണ്ട്. എത്ര പേർക്കറിയാം? ആ പൂപ്പൽ ചിരകി എടുത്തിട്ട് മുറിവിട്ടിരിക്കുന്നിടത്ത് വെച്ചാൽ ഈ സർജിക്കൽ സാധനം മുറി കൂടുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമ്മുടെ സാധനം മുറി കൂടും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടും പുറത്തുണ്ടായിരുന്നവർക്കൊക്കെ അറിയാവുന്നവരെ. ഇതൊക്കെ നല്ല അറിവുകളാണ്, ഇതൊക്കെ പകർന്നു കൊടുക്കണം. ഇതിനൊക്കെ ടൈം ഉണ്ടാക്കിയെടുക്കുക, മെനക്കെടുക. യൂസ് യുവർ മൊബൈൽ ഫോൺ ഫോർ ദാറ്റ്. ചിലപ്പോൾ മക്കളൊക്കെ ദൂരെ ആയിരിക്കും, തനിച്ചായിരിക്കും, നാട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. ഡു ഇറ്റ് യാർ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോവുക. അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ്. നിങ്ങളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരണമെന്നും ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയും മറ്റുള്ളവരൊക്കെ സംവദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒറ്റപ്പെടൽ പാടെ മാറും. കാരണം നിങ്ങൾ സറൗണ്ടഡ് ബൈ ലോട്ട്സ് ഓഫ് പീപ്പിളാണ്. ഒത്തിരി കുട്ടികളുടെ കൂടെ ഒത്തിരി പേരെ കൂടെ നിങ്ങൾ സംവദിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരു അമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാൾ ചെറുപ്പം അമ്മയ്ക്കാണ്. അമ്മയാണ് അവിടെ മാസ്റ്റർ. അപ്പോൾ കൂട്ടം കൂടി നിൽക്കാൻ ശ്രമിക്കുക. ഈ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ ഏറ്റവും നല്ല സൊല്യൂഷൻ കൂട്ടത്തോടെ നിൽക്കുക, കൂട്ടത്തിൽ വന്ന് ചേരുക. കൊതിയെന്നുണയും പറയുന്ന കൂട്ടത്തിൽ പോകരുത് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊതിയെന്നുണയും പറയാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് നല്ലതാണ്, ഞങ്ങളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. മോസ്റ്റ് വെൽക്കം. കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ ഇട്ടിട്ടുണ്ട്. എനി വൺ ക്യാൻ ജോയിൻ. അതെൻ്റെ കൂടെ ഇടയ്ക്കൊരു മാർക്കറ്റിങ്, അത് മാർക്കറ്റിംഗ് അല്ല, ഇറ്റ്സ് ലൈക്ക് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ശക്തമാണ്. കൂട്ടായ്മകൾ ആവശ്യവുമാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് ക്ലാസ്, പിന്നെന്താണ്, ഓൺലൈനായി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ക്ലാസ്സുകൾ നടത്താം. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ അറേഞ്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടൈം, ഇപ്പോൾ ജോബിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഒരു സമയം പരിധി നിശ്ചയിച്ചു കൊടുക്കുക. ചിലപ്പം ന്യൂ ജെൻസിനൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ കാര്യമുണ്ട്. അവർക്കൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ കൊടുക്കുക. ഐ മീൻ നിങ്ങളൊരു ഇതേപോലെ തന്നെ ഡീറ്റെയിലിങ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അത് പബ്ലിസിറ്റി കൊടുക്കും. അവരെല്ലാവരും കൂടെ ജോയിൻ ടുഗദറായിട്ട് നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, കുക്കറി ഷോ, നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ തയ്യാറായാൽ അതൊരു നല്ല സൊല്യൂഷനാണ്. ഞാൻ 50 വയസ്സിന് അതിന് മുകളിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റവർ തെറ്റിദ്ധരിക്കേണ്ട, ഇതെന്താ ഇപ്പോൾ 50 വയസ്സുകാരെ പറ്റി പറയണത്. ആക്ച്വലി അവർ ചോദിച്ചുകൊണ്ടാണ്, അവർക്കാണ് പ്രിഫറൻസ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഹോം ബേക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. എൻ്റെ ഗ്രൂപ്പിൽ മുമ്പൊരു കുട്ടി ഉണ്ടായിരുന്നു. മുമ്പൊരു കുട്ടിയല്ല, കുറച്ച് ഏജ്ഡ് ആയ ആളാണ്.
ഫാത്തിമ, 2 ആൺമക്കളാണ്. അവർ ഗൾഫിലാണ്. ഇവരവരുടെ തനിച്ചാണ്. അവർ ചെയ്യുന്നത് ഈ ഈ ഇതുണ്ട്, കേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യലി നല്ല സൗണ്ടാണ്, ബട്ട് അവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അവരത് ചെയ്യുന്നുണ്ട്. ആൻഡ് സംടൈംസ് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര തിരക്കാണ്. നാളെ എനിക്കൊരു ബർത്ത്ഡേ കേക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് തിരക്കിലേക്ക് അവരുടെ ആ ഒരു ഇത് പോയി. ഇതൊരു പ്രൊഫഷനാണ് ഇപ്പോൾ അവർക്ക്, ഭയങ്കര സീരിയസ് ആണ്. എന്നാൽ ഫിനാൻഷ്യൽ ഗെയിൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫിനാൻഷ്യൽ ഗെയിന് വേണ്ടിയിട്ടല്ല അവരത് ചെയ്യുന്നത്, ബട്ട് അവരെ തന്നെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് അവരതിനെ ഉപയോഗിക്കുന്നത്. സോ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് തന്നെ ചുറ്റുമുണ്ടാവും, ഇപ്പം നമ്മുടെ ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. ഇവർക്കൊക്കെ ആദ്യം കൊടുത്തു തുടങ്ങുക. ഗ്രാജുവലി ഇത് വൈഡൻ ആകും, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പരിപാടിയാണ്. വളരെ ഈസി ആയിട്ടാണ്. അടുത്ത എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഫാൻസി സ്റ്റോർ, സൂപ്പർ മാർക്കറ്റുകളിലാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുക. നിങ്ങളത് വാങ്ങിക്കുക, അത് ഡെക്കർ ചെയ്യുക. ഡെക്കർ ചെയ്യാനും ഒന്നുമില്ല. അയ്യോ ഞാനിപ്പോൾ എങ്ങനെ ഡെക്കർ ചെയ്യുക വെച്ചാൽ, ഇങ്ങനെയുള്ള കേക്കുകൾ, വെറൈറ്റി കേക്ക്സിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് പിന്നെ ക്രോമിൽ അടിച്ച് നോക്കിയാൽ വെറൈറ്റി ഡിസൈൻസ് വരും. അത് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പഠിക്കുക. എല്ലാം അതിൽ ഞാൻ പറഞ്ഞാൽ, നമ്മൾ മൊബൈൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ഇപ്പോഴുള്ള കുറച്ച് പ്രായമൊക്കെ ആയ അമ്മമാർ ഉപയോഗിക്കുക ചിലപ്പോൾ ഷെഫീന ബീബിയുടെ യൂട്യൂബ് ചാനൽ കാണാനായിരിക്കും, അല്ല ചില മക്കളെ വിളിക്കാനായിരിക്കും. അതിനപ്പുറം അതുകൊണ്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? സോ അങ്ങനെ കുറേ സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ, അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെന്താണ്, പേസ്ട്രികൾ ഉണ്ടാക്കുക. ഈ പേസ്ട്രികളുടെ ഓർഡറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ കുറച്ച് ഹൈടെക് ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ കുറേ കുട്ടികളുണ്ടാവും. അവർക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, വീട്ടിലുണ്ടാക്കുന്ന ഇതെന്നൊക്കെ രീതിയിൽ നമ്മൾ കുറച്ച് മാർക്കറ്റിംഗ് കൊടുത്ത്, നമ്മൾ മാർക്കറ്റിംഗ് തന്ത്രം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഗ്രൂപ്പുകളാണ് ഏറ്റവും നല്ലത് മാർക്കറ്റിങ്ങിന്. അപ്പോൾ കുറച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളവരാണ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളവർക്കേ പറ്റുള്ളൂ. ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്, അച്ചാർ വിൽപ്പനക്കാരുണ്ട്. അതേസമയം നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല ഡ്രൈ ആയിട്ടുള്ള ഫുഡ്സ്, കുറേ നാൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡ്സ് ഉണ്ടല്ലോ, അത് ചെയ്താൽ നല്ലൊരു പരിപാടിയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഗൾഫിലായിരുന്നപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചമ്മന്തിപ്പൊടി, ഔലോസ് പൊടി, ഇതൊക്കെയാണ്. ഇതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊക്കെ. നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോൾ ആൾക്കാർ അതിനകത്ത് മായമില്ലെന്ന് അറിയുന്നുണ്ട്. അവർ നിങ്ങൾ ചോദിക്കണ എമൗണ്ട് തന്ന് അവർ വാങ്ങിക്കാൻ തയ്യാറാകും എന്നുള്ളത് വസ്തുതയാണ്. സോ ആ രീതിയിൽ നിങ്ങൾ മുൻപോട്ട് ആലോചിച്ചാൽ സൂപ്പർ ഒരു ഐഡിയയാണ് അത്. പിന്നെ നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള ബേക്കറികൾ, ഹോട്ടലുകൾ, ഒന്ന് മെനക്കെട്ടാൽ മതി. അവിടെയൊക്കെ പോയിട്ട് ഞാൻ വൈകുന്നേരം ഇതുണ്ടാക്കി തരാം, ഒരാളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നു വിടാം, സെയിലാകുന്ന കണക്ക് എനിക്ക് എമൗണ്ട് മതി എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും. ടേസ്റ്റ് കറക്റ്റാണോ അത് പിന്നീട് നിങ്ങൾക്ക് പിന്നെ നിൽക്കാൻ സമയം ഉണ്ടാക്കാതെ അത്രയും ഓർഡർ നിങ്ങൾക്ക് വരും എന്നുള്ളത് ഷുവറാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കൊടുത്തു വിടാം. കുക്കിംഗ് ഒരു ഭയങ്കര കലയാണ്, അത് അറിയുന്നവർക്കേ അറിയുള്ളൂ. അതൊരു നല്ല പ്രൊഫഷനുമാണ്. ഏറ്റവും കൂടുതൽ വിവാഹശേഷം വീടുകളിൽ കുക്ക് ചെയ്യുന്ന അമ്മമാർ മനസ്സിലാക്കാൻ, ഏറ്റവും പിന്നെ ഇത് 9,000 റുപ്പീസൊക്കെ ദിർഹംസൊക്കെയാണ് ഈ ഫ്ലൈറ്റിലൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ചെഫൊക്കെ കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഉള്ള ഷെഫ് എന്ന് പറയുന്ന ആണുങ്ങളാണ്. എന്തോ സാലറിയാണെന്നറിയാം. നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ 7 അയലത്ത് വരുമോ? ഇല്ല, അത് ജിനമൊട്ടയൊക്കെ ഇട്ട് കലക്കിയാണ് കൊടുക്കുന്നത്. അതേസമയം നമ്മളെ കൊണ്ട് വെക്കുന്നത് നമ്മൾ വീടുകളിലേക്ക് ചുരുക്കി വെക്കുന്നു. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് എടുക്കുക. എല്ലാം നമ്മൾ കൂട്ടായ്മകളിൽ സംസാരിക്കാൻ ശ്രമിക്കുക. നമുക്ക് കുടുംബത്തിൻ്റെ കൂട്ടായ്മയുണ്ടാവും. നമ്മളങ്ങനെയാണ് കുടുംബത്തിന് കുറേ കൂട്ടായ്മ ഉണ്ടാക്കി വെച്ചിരിക്കും. അങ്ങനെ കുറേ. അതല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ലതുപോലെ കൊതിയും നുണയും കുശുമ്പും പറയാനുള്ള കൂട്ടായ്മകളെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് ഇതുപോലെ അങ്ങോട്ട് പരസ്പര സഹകരണ സംഘങ്ങളും ഉണ്ടാക്കിയെടുക്കുക. അത് ഒരു നല്ല സൂപ്പറാണ്. ഈഗോയിസ്റ്റ് അല്ലാത്ത കുറേ പെണ്ണുങ്ങളെ ചേർത്തും പിടിക്കുക. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അടുത്തുള്ള കടകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇനി അവർക്ക് ഇതൊന്നും പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞില്ല എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക, ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഗ്രാൻഡ് പേരൻസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. നമ്മളെങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങളൊക്കെ ഇത്രയും കാലം ജീവിച്ച വ്യക്തികളാണ്. അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, കുഞ്ഞുങ്ങളെ പരിപാലിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഈ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് ചിലർക്ക് അവതരിപ്പിക്കാൻ അറിയുന്നവരായിരിക്കണമേ, അതും ഒരു പ്ലസ് പോയിൻ്റാണ്. നമുക്ക് അവതരിപ്പിക്കാൻ അറിയിട്ടില്ല വെച്ചാൽ നമ്മൾ പറയണത് ചിലപ്പോൾ മൈനസായിട്ട് കയറും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ
അത് കൃത്യമായി അവതരിപ്പിച്ചാൽ അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളവരുണ്ട്. ചിലരൊക്കെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോകും, അവിടെ ആരും ഒറ്റയ്ക്കായി പോകും. നമ്മുടെ അമ്മയായാലും നമ്മുടെ പിന്നെ അമ്മായിയമ്മയായാലും നമുക്ക് ചോദിക്കാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ടാകും. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെയൊക്കെ അതൊരു നല്ല നോളജാണ്. അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കുഞ്ഞിനെ ഇപ്പം കുളിപ്പിക്കുന്നത്, ഇപ്പം നമ്മൾ കുട്ടീനെ കുളിപ്പിക്കുന്നതിനൊരു വിധം ഉണ്ടായിരിക്കും, അവർക്ക് ഫീഡ് ചെയ്യുന്നതിനൊരു വിധം ഉണ്ടായിരിക്കും, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊരു വിധം ഉണ്ടായിരിക്കും. അത്തരത്തിൽ ടാലൻ്റ് ഉള്ളവരാണെങ്കിൽ അത്തരത്തിലൊന്ന് ശ്രമിക്കുക. അത് നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. പിന്നെ ഹെൽത്ത് ക്ലാസ്സുകൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെ ഉള്ളിൽ നല്ല കഴിവുകളുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ഡെവലപ്പ് ചെയ്യാതെ ഒളിച്ച് പടക്കി വെച്ചിരിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരുടെ അടുത്ത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പഴമയിൽ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും. അവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ ടിപ്സ് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ, നമ്മൾ നമ്മളെങ്ങനെ സൂക്ഷിക്കും, എത്ര പേർക്കറിയാം? അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഇന്ന ഫുഡ് ഇത്ര നാൾ കേടുകൂടാതിരിക്കാൻ എങ്ങനെ ഉണ്ടാക്കും, അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. തുണി മടക്കി വെക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, ക്ലീനിങ് എങ്ങനെയാണ്, ഹൗ ടു ക്ലീൻ എ കബോർഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വൈദ്യം പറഞ്ഞു കൊടുക്കാം, ഓരോ മരുന്ന് കൊടുക്കുന്ന രീതി പറയാം, കുഞ്ഞുങ്ങളെ ഇത്ര മാസത്തിൽ കെയർ ചെയ്യേണ്ട രീതി പറയാം. എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി, അതാണ് ഞാൻ ആദ്യം ചാനൽ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടിട്ട്. ഇത് വെരി യൂസ്ഫുൾ മെത്തേഡാണ്. ആദ്യം കുറേ ദിവസം നിങ്ങൾക്ക് വലിയ വ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല, ഡെസ്പ് ആകരുത്. യു ഡു യുവർ വർക്ക് 100% സിൻസിയോറിറ്റിയോട് കൂടി നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുക. ഒൺ ഡേ ഓർ അനദർ ഡേ അത് നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കൊണ്ട് തരും. ആൻഡ് സെയിം ടൈം നിങ്ങൾക്ക് നല്ല ടൈം പാസ്സും ആയിരിക്കും. ഈ 50 എബോവ് ആയ അമ്മമാർക്ക് മിക്കവാറും ഇത് ടൈം പാസ് ലെവലായിരിക്കും ആലോചിക്കുക. ഇനി അതൊരു ഏണിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് അവരെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല പരിപാടിയാണ് സ്നാക്സ്. അത് ഉണ്ടാക്കുക, അത് ബൾക്കായിട്ട് ഉണ്ടാക്കുക, അത് സെല്ല് ചെയ്യാനുള്ള സ്പേസാണ് ഞാൻ പറഞ്ഞത്. കടകൾ, ബേക്കറികൾ ഇവിടെയൊക്കെ കൊണ്ട് കൊടുക്കണം. അതിനൊക്കെ ആരെങ്കിലും സപ്പോർട്ട് വിളിച്ചാൽ അടുത്ത നിയർ ബൈ ആയിട്ടുള്ള കുട്ടികൾ കൊണ്ടുവരും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഇൻഫോം മീ, ഐ വിൽ സപ്പോർട്ട് യു. അതത് സ്ഥലങ്ങളിലുള്ള DYFI പ്രവർത്തകരുടെ അടുത്ത് വന്ന് അത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് കൊണ്ടെത്തിച്ചു തരാനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. സോ അങ്ങനെ ഏത് ജില്ലയെന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ജില്ലക്കാർക്കും ആ സപ്പോർട്ട് ഉണ്ടാകും. നമ്മൾ മൊത്തം കേരളം ഫുള്ളായിട്ട് തന്നെയാണ് അങ്ങനെയും ചിന്തിക്കുന്നത്. അത് നല്ലൊരു സൊല്യൂഷനാണ്. എല്ലാവർക്കും ഒന്നും ഇപ്പോൾ വൈകുന്നേരം 4 മണി പണ്ട് ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവർക്ക് ടേസ്റ്റി ആയിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു വരുമാനം കൂടെയാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ ഓൺലൈൻ ട്യൂഷൻ ആസ് ഇറ്റ് ഈസ്, അത് നിങ്ങൾക്ക് പറ്റുക, നിങ്ങളുടെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുക. അപ്പം കുറേയധികം പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം ഞങ്ങളും ഒക്കെ tutor.com എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമൊക്കെയാണ് എൻ്റെ മകൻ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അത് ഉപയോഗിക്കാം. കാരണം ട്യൂഷൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഫ്രീ ആണ്. നമുക്ക് ഇന്ന ടൈമൊന്നുമില്ല, കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുന്ന സമയം നമ്മൾ ഫ്രീ ആയിരിക്കും. അല്ലാത്ത ടൈം നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അറേഞ്ച് എ റൂം, ആ റൂമിനകത്ത് കൃത്യമായിട്ട് അത് നല്ല വരുമാനമാണ്. നമ്മൾ ആരുടെ അണ്ടറിലല്ല, ആ കുഞ്ഞുങ്ങൾക്ക് മാത്രം നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല റിമാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ റിമാർക്സ് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റുഡൻസിനെ കൊണ്ടുതരും. സോ അതൊരു നല്ല പരിപാടിയാണ് ട്യൂഷൻ. അത് ചെയ്യുക. അത് ഫുഡ് കുക്കിംഗ് ആണെങ്കിൽ അങ്ങനെ, ഇനി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ പദ്യം, ഗദ്യം, മീൻസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. പിന്നെ അത്യാവശ്യം തിരുവാതിരക്കളി, ഇതൊക്കെ കുട്ടികൾക്ക് അന്യം നിന്ന് പോകുന്ന സംഗതികളാണ്. ഇതും പഠിപ്പിച്ചു കൊടുക്കാം. ഇതും ഓൺലൈനിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ജസ്റ്റ് യു നീഡ് എ സ്റ്റാൻഡ്. 800 മറ്റൊക്കെയാണ് ഒരു സ്റ്റാൻഡ്. അത് വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. സോ ഇതൊക്കെ എപ്പോഴും നമ്മൾ തകർന്നു പോയി, ഇനി വയസ്സുകാലത്ത് എന്താക്കാൻ, ഇത്തരം തോട്ടുള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ, അതാദ്യമേ പറയാം. പിന്നെ ചിലരുണ്ട് ഒരു ഏജ് കഴിഞ്ഞ് പിന്നെ രാമായണം വായിക്കണം, അല്ലെങ്കിൽ ഖുറാൻ വായിച്ചിട്ട് കയറി കുത്തിയിരിക്കണം, ബൈബിൾ വായിച്ചിട്ട് കയറി കുത്തിയിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വായിക്കേണ്ട സാധനങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നല്ല. നിങ്ങളുടെ പ്രെയർ നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രെയർ മാത്രമായി ചുരുങ്ങാതെ യു ക്യാൻ ഡു സ്റ്റഫ്സ്, നോ, അതാണ് പറഞ്ഞത് കേട്ടോ. എഴുത്ത് കഴിവുകൾ ഉപയോഗിച്ചിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരുപാട് പേര് അവരുടെ പേജൊക്കെ ഹാൻഡിൽ ചെയ്യാൻ മടിച്ചിരിക്കും. ചിലർക്കൊന്നും എഴുതണമെന്നുണ്ട്, ഒരു മാറ്റർ മാത്രം നമുക്ക് പറഞ്ഞു തരും. നമുക്കത് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട്, ഇപ്പം ഒരു സബ്ജക്റ്റ് നമുക്ക് തരികയാണ്, അവരുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ എങ്ങനെ പറയാം, ഇപ്പം ഇന്നത്തെ ഒരു വിഷയം നടന്നു, ആ വിഷയത്തിനെ പറ്റി ഒരു വ്യൂ പോയിൻ്റ് ആളുകൾക്കുണ്ടാവും. ആ വ്യൂ പോയിൻ്റും കൂടെ അവർ നമുക്ക് തരും.
ദെൻ നമ്മളത് ആ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ ഗിവ് യു ജോബ്. ബിക്കോസ് ചിലർക്ക് എനിക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഇപ്പം ഒരു വിഷയം എൻ്റെ മുന്നിലേക്ക് വരികയാണ്. എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി അർജുൻ പെട്ട് കിടക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും, കോൺഗ്രസ് സർക്കാരാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യരാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും. 3 ആംഗിളുണ്ട്. ആ ആംഗിളിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെ അത് ചിന്തിക്കാൻ കഴിയുന്നു അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല ഒരു സംഗതിയാണ്. അത് ഒരുപാട് പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു പേയ്മെൻ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനെപ്പറ്റി ഒരു ചെറിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലുള്ള സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് ഹെൽപ്പിന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇനി ആര് ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്തു തരും കേട്ടോ. ഓക്കെ. പിന്നെ പെയിൻറ്റിങ് ആൻഡ് ആർട്ട് ക്ലാസ്സുകൾ, നിങ്ങൾക്കത് അറിയുന്നവർക്കേ പറ്റുള്ളൂ കേട്ടോ, ആർട്ട് ക്ലാസ്സിൽ. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ടൈലറിങ് ആണ് ഏറ്റവും നല്ല പരിപാടി. ഇപ്പം പഴയത് കണക്ക് കുനിഞ്ഞിരുന്ന് ഒത്തിരി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അറിയാനും വലിയ കാര്യമൊന്നുമില്ല. ഇതും ഉണ്ട് നെറ്റിൽ, ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ 1-2 പഴയ സാരിയൊക്കെ എടുത്ത് വെട്ടി പഠിച്ചിട്ട് അതും നല്ലൊരു പരിപാടിയാണ്. നിങ്ങൾക്കിത് ഓൺലൈനിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടും. തുന്നൽ നല്ല ഒരു പരിപാടിയാണ്, തുന്നുന്നത് അതൊരു കുറവല്ല. നിങ്ങൾ ഡിമാൻഡ് വയ്ക്കുക, അത് ഹ്യൂജ് അല്ല. മീൻസ് ബൾക്കായിട്ട് തന്നെ ചിലപ്പം ചില കമ്പനികൾ നിങ്ങൾക്ക് തരും. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ബംഗാളികളെ കൊണ്ടുവന്നാണ് ഇവിടെ ഡ്രസ്സ് തയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് പെർ ഡേ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു ഡ്രസ്സിന് ഇത്രയെന്ന് പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ച് തരും. ബൾക്കായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്ത് എടുക്കാനായിട്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുന്നി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റൈൽസുകാരോ അല്ലെങ്കിൽ ഇതുപോലെ ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് തന്നാൽ അതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് വിൽക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ അവർ നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങൾക്ക് തുന്നൽ കൂലിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തരും. ഇനി അതാകുമ്പോൾ നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. തുന്നലിനുള്ള മെറ്റീരിയൽ അവർ കൊണ്ടുതരും, നിങ്ങൾ തുന്നി കൊടുത്താൽ മാത്രം മതിയാവും. അതേസമയം നിങ്ങൾക്ക് തന്നെ തുന്നി ഇതുപോലെ കൊണ്ട് ഹോൾസെയിലിന് കൊടുക്കാൻ പറ്റും. ഡിസൈൻ അവർ തരും. ആ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾ തുന്നാൻ പഠിക്കുക, അത് അനുസരിച്ച് തുന്നി കൊടുക്കുക. ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഇന്നത്തെ ഒരു പുതിയ സിനിമ ഇടുമ്പോൾ തന്നെ അതിനകത്തുള്ള ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ജെൻസ് ആണെങ്കിൽ അങ്ങനെ അത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ പഴയത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുന്നി തച്ച് നോക്കുക. അത് വർക്കൗട്ടായെങ്കിൽ പിന്നെ അത് ചെയ്യുക. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളോളെങ്കിൽ നിങ്ങളെപ്പോലെ ഇതുപോലെ ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ള 5-6 പേരെയും കൂടെ ചേർത്ത് പിടിച്ച് അവരെയും കൂടെ വെച്ചിട്ട് അത് ചെയ്യുക. ഞാൻ പറയാം, ഇത് ഏതിനകത്ത് ചിന്താവിശിഷ്ടയായ ശ്യാമളയോ അങ്ങനെ ഒരു സിനിമയിൽ അതിനകത്ത് ചെയ്തില്ലേ ദ സെയിം തിങ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടെ ടാലൻറ്റോട് കൂടി അവർ കുറച്ചുകൂടെ ഇറങ്ങി ചെയ്തതാണ്. ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഹോൾസെയിൽ മാർക്കറ്റിങ്ങിൽ ഡ്രസ്സ് ഹോൾസെയിലായിട്ട് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടൈം ലിമിറ്റിൽ അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പുറത്തേക്ക് ഈ ജോബ് കൊടുക്കും. അത് കുറേശ്ശെ പിടിക്കുക. ഗ്രാജുവലി നിങ്ങൾക്കും അതുപോലെ ഒരു ഡീലർ ആകാൻ പോലും സാധിക്കും എന്നുള്ളതാണ് തുന്നൽ കൊണ്ടുള്ള ബെനിഫിറ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. ഒരുപാട് ബൊട്ടിക്യൂൾസ് ഉണ്ടാകും, അവരുമായിട്ടൊക്കെ അവർക്കൊക്കെ സൈറ്റിലുണ്ടാകും. അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ സപ്പോർട്ട് യു. ഇതിനൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങളോടൊക്കെ ചോദിച്ച് നമ്മുടെയൊക്കെ കൂടെ ഒരുപാട് കുട്ടികൾ ആക്റ്റീവായിട്ടുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓർഡറുകൾ സോഷ്യൽ മീഡിയ വഴി സ്വീകരിക്കും എന്നുള്ളത് കൊടുക്കുക. ഓക്കെ. പിന്നെ സൗന്ദര്യ പരിപാലന ക്ലാസ്സുകൾ, അത് പിന്നെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അവനവൻ്റെ സൗന്ദര്യമെങ്കിലും പരിപാലിക്കേണ്ടായോ. എനിക്കത് പറ്റാത്തതെന്ന കാര്യം, എനിക്ക് കള്ളത്തരം പറ്റത്തില്ല. ഞാൻ ഇത് തേച്ചു അത് തേച്ചു അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയൊന്നും ഒരുപാട് പ്രൊട്ടക്ഷനൊന്നും കൊടുക്കാറില്ല. ഒന്നാമത് എൻ്റെ സ്കിൻ ടോണ് വേറെയാണ്, സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾ എന്തൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു, എങ്ങനെയാണ് നിങ്ങളത് സ്കിൻ കെയർ ചെയ്യുന്നത്, ഹെയർ ലൂസിന് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ അതും ചെയ്യാവുന്നതാണ്. അതൊരു പാരലായിട്ട് ചെയ്യാം. ഞാൻ അതിനെ കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്യത്തിലാണ്. എനിക്ക് ഈ ക്രീം അങ്ങനെയുള്ള സാധനങ്ങളിലോടൊന്നും താല്പര്യമില്ല. ഇപ്പം നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ബ്ലീച്ചിന് പകരം പിന്നെ പൊട്ടറ്റോ കട്ട് ചെയ്ത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ബ്ലീച്ചിൻ്റെ സെയിം എഫക്റ്റാണ്. അപ്പോൾ അത് അറിഞ്ഞൂടാത്തൊരു തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊള്ളാനും സാധ്യതയുണ്ട്. അതിനകത്ത് ആസിഡ് ഫോം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് വൈറ്റനിങ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതിനെപ്പറ്റിയൊക്കെ ഈ പുറത്തൊന്നും പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട, നിങ്ങളുടെ തന്നെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, നിങ്ങളെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്.
സോ അതിനെയൊക്കെ പറ്റിയിട്ട് നമുക്കൊരു ക്ലാസ് കൊടുക്കാൻ പറ്റും. ഓൾ യു നീഡ് എ ചാനൽ. ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുക. സോ അങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ടൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഗതി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ചെറിയ രീതിയിൽ തുടങ്ങുക, ഫെഡപ്പ് ആകരുത്, ഡെസ്പ് ആകരുത്, ചെറിയ രീതിയിൽ തുടങ്ങുക, ഗ്രാജുവലി അത് സക്സസ് ആകുക തന്നെ ചെയ്യും. ഒരു മുറി വേണം, അത്യാവശ്യം നിങ്ങൾക്ക് ഒരു മൊബൈൽ വേണം, നെറ്റ് വേണം, അത്യാവശ്യം ടാലൻറ്റ് വേണം, അത്രയേ ഉള്ളൂ, ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്ലോറൽ ഡിസൈൻ, ഫ്ലോറസ് അറേഞ്ച്മെൻറ്റുകൾ നിർമ്മിക്കുക. അതായത് വെഡ്ഡിങ് പാർട്ടികൾക്കായിട്ടുള്ള ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റ്സൊക്കെ ആയിട്ട് ടൈപ്പ് വയ്ക്കുക. അവർക്കൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരു മോഡൽ നമുക്ക് അയച്ചു തരുന്നത്, ഇന്ന മോഡലിൽ ഇന്ന സാധനം വേണം, ഇത്ര ദിവസത്തിൽ വേണം, ഇത്ര ക്വാണ്ടിറ്റി വേണമെന്ന് അവർ പറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ ഏത് കമ്പനിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ത്രൂ നെറ്റ് സെർച്ച്. ഒരു വിരൽ തുമ്പിലാണ് നിങ്ങൾക്കിപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് നിയർ ബൈ മീ എന്നങ്ങോട്ട് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ലിസ്റ്റ് വരും. അവർക്കൊക്കെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും, കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഇതാണെന്ന് പറയുക, അവർ ചെയ്യും. ഡെക്കറേഷൻ മനസ്സിലായോ? പൂ കെട്ടി കൊടുക്കുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ അതും അവർ ചിലപ്പോൾ മെറ്റീരിയൽ അവർ കൊണ്ടുതരും. ഇല്ല നിങ്ങൾ തന്നെ എടുക്കണമെന്നാലും നിങ്ങൾക്കും അങ്ങനെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് തന്നെയാണ് ഇത്. പിന്നെ ചിലരൊക്കെ മെഹന്തി ഇട്ട് കൊടുക്കും, മൈലാഞ്ചി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെ പ്രൊമോഷൻസ് വേണം. നമ്മൾ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടീമിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരുടെയും ഇതുപോലെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും, സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കും. അതുപോലൊരു ടീമിനെ നിങ്ങളും ഉണ്ടാക്കിയെടുക്കാം. വാട്സപ്പ് കൂട്ടായ്മകൾ കൊതിയും നുണയും പറയാനുള്ളതല്ലാതെ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ലേഡീസ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഈഗോ, അസൂയ, പരസ്പരം നന്നാവുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് വരുന്ന ഒരു തമ്മിലടിയും പേക്കുത്തുമാണ്. അതങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ നീയെങ്കിലും രക്ഷപ്പെടും എന്നൊരു ഫോമിലേക്ക് എല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്കും ബ്ലെസ്സിങ് ആണ്, നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്കും അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. പിന്നെ പേഴ്സണൽ ഷോപ്പപ്പ്, ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യുക, ബിസിനസ് ആവശ്യങ്ങൾക്കും ബിഗ് ഈവൻറ്റുകൾക്കും. അത് നിങ്ങളെ കൊണ്ട് ദഹിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും പ്രായമുള്ള കുറച്ച് വയസ്സായ ആണുങ്ങളുടെ കാര്യമാണ്. ഇപ്പോൾ പെണ്ണുങ്ങൾ പോവില്ലെന്ന് എനിക്കറിയത്തില്ല, ആണുങ്ങളുടെ കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ ബില്ലടയ്ക്കാനോ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് പോകാനോ മുനിസിപ്പാലിറ്റികളിലേക്ക് പോകാനോ ഒക്കെ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലർ ചെയ്യും. നിങ്ങൾ തന്നെ കൊണ്ടുപോയി ഇപ്പം എല്ലാം ഓൺലൈനാണ്, അതൊരു പ്രസക്തമല്ല. പക്ഷെ ചിലരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി അടയ്ക്കൂ എന്ന ടൈമിൽ പറയുന്നുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാം കേട്ടോ. അതൊരു സൈഡാണ്. എനിക്കത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു സംശയത്തോടെ ഞാൻ എഴുതി വെച്ച ഒരു സംഗതിയാണ് ഇത്. ഇത്രയും ഞാൻ പറഞ്ഞത് കുറച്ച് ഏജ് ആയിട്ടുള്ളവരുടെ ഒരു ടേംസാണ്. അപ്പം തൽക്കാലം ഇത്രയും മതിയല്ലേ, നമുക്കിത് തേർഡ് പേഴ്സണിൽ അടുത്തത് കാണാം. സോ ഓൾ ടുഗദർ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ശ്വാസം മുട്ടിയാലും ശ്വാസം മുട്ടും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഏജ്ഡ് ആയ കുറച്ച് പേർക്ക് അവരുടെ വീടുകളിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ അതിനകത്ത് മെറ്റീരിയൽ ഏതെന്ന് നോക്കണ്ട, ഇന്ന മെറ്റീരിയൽ ഒന്നും നോക്കണ്ട, എന്ത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ചെയ്യുക. ചിലർ പേപ്പർ കവർ നിർമ്മിച്ചു കൊടുക്കും. അപ്പം അത് സൂപ്പർ മാർക്കറ്റുകളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ തരും. അവർ എവിടെ നിന്നാണോ എടുക്കുന്നത് അതിനെക്കാട്ടി ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കും. പിന്നെ ഇതേപോലെ ആക്രി വിൽക്കുന്നവരുണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ അവർ തരും. ഗമ്മും കൂടെ വാങ്ങിച്ച് ഹൗ ടു ക്രിയേറ്റ് പേപ്പർ ബാഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ കിട്ടും. സോ 1-2 ദിവസം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ച് തെറ്റുകളൊക്കെ വരാം. സോ ഗ്രാജുവലി നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്കത് യൂസ്ഡ് ആകും. അത് നിങ്ങൾക്ക് ഇവരടുത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പേപ്പർ ബാഗൊക്കെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. അതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യണതെന്നൊക്കെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്താൽ അത് നല്ലൊരു ഇതാണ്. സൂപ്പർ മാർക്കറ്റുകളാണ് അതിൻ്റെ സെയിൽസ് നടക്കുക. സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പലചരക്ക് കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇത്രയുണ്ട്, ഇത് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെനി കോസ്റ്റ് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും.
അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഇത് എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളതും എവിടെ ഇതിൻ്റെ റോ മെറ്റീരിയൽ കിട്ടുമെന്നുള്ളതും അതേപോലെ ഇത് എവിടെ മാർക്കറ്റ് ചെയ്യണമെന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു സാധനങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നെ വീണ്ടും എനിക്ക് കമൻസിൽ അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അതനുസരിച്ച് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നത് യൂണിറ്റി എപ്പോഴും സ്ട്രെങ്ത് ആണ്. ബട്ട് യൂണിറ്റി എന്ന് പറയുന്നത് കൊതിയും നുണയ്ക്കുമല്ലാതെ ഇതുപോലുള്ള അത്യാവശ്യം നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ അത് സ്ട്രെങ്ത് തന്നെയാണ്. ട്യൂഷൻസ് ആയിരുന്നാലും കുട്ടികളെ പഠിപ്പിക്കുന്നതായിരുന്നാലും ഗൈഡ് ലൈൻ കൊടുക്കുന്നതായിരുന്നാലും ഒക്കെ തന്നെ ഫസ്റ്റ് നമ്മൾ നമ്മളെ ചെക്ക് ചെയ്യണം. ബിക്കോസ് വി ആർ എലിജിബിൾ എങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിൽ കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളെപ്പം നമ്മളെ ബിസിയാക്കി വെക്കുന്നു, നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗേ നമുക്കില്ലാണ്ട് വരും. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്, പലരും പറയുന്നത് ജീവിതം തകർന്നു, ഞാൻ ആകെപ്പെട്ടു, ഞാൻ അങ്ങനെ ഇരിക്കും. എനിക്കിങ്ങനെ പറയുന്നവരെ സത്യമാണ് ശരിക്കും കളിയാക്കാനത്തണം. അങ്ങനെയല്ല ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തവർ പോലും എന്തൊക്കെയോ ചെയ്ത് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫിസിക്കലി ഫിറ്റായ വാർദ്ധക്യ സഹജ അസുഖമൊന്നുമല്ല, അല്ലാതെ നടക്കാനൊക്കെ പറ്റുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ നിന്ന് വരുമാനം 100%. നമ്മുടെ പാസ്റ്റ് ലൈഫ് എടുത്ത് നോക്കുക. പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാരെങ്ങനെയായിരുന്നു എന്നുള്ളത്. അമ്മ എന്താണ്, അമ്മയെന്നല്ല, അമ്മയും അമ്മമ്മയെന്നും തന്നെയാണ് പറഞ്ഞത്. അപ്പം അവരൊക്കെ എങ്ങനെയായിരുന്നു, അവരൊക്കെ എന്തൊക്കെയാണ് സൊല്യൂഷൻസ് കണ്ടെത്തിയിരുന്ന ലൈഫിന്, അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ 100% കുട്ടികൾ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ മക്കളല്ലേ, നമുക്ക് സപ്പോർട്ട് ചെയ്യും. അവരോട് കാര്യം പറയാം. ഇറ്റ്സ് നോട്ട്, ഇപ്പോൾ ചില പേരൻസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലർ ദേഷ്യം പിടിക്കും. അങ്ങനെയല്ല, എനിക്കിത് എൻ്റെ ടൈം പാസ്സാണ്, എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. അപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ, മ്യൂച്വൽ സപ്പോർട്ടോ, മെൻ്റൽ സപ്പോർട്ടോ ഒക്കെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നെ ഒത്തിരി പേര് കോൾ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്താണ് ഞാൻ സ്കിപ്പ് ചെയ്യണത്. അല്ലാത്ത പക്ഷം എനിക്ക് നിങ്ങൾ പറയണത് കേൾക്കാനും ഇഷ്ടമാണ്, ഞാൻ കേൾക്കാറുമുണ്ട്. ചിലതൊക്കെ ഞാൻ ഓഫ് മൈൻഡിലാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് പൂർണ്ണമായ ഒരു മറുപടി പറയാത്തത്. ഇന്നൊരാൾ വിളിച്ചിരുന്നു, ഒന്നല്ല 3 പേര് വിളിച്ചിരുന്നു. അത് 3 പേർക്കും പറയാൻ ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. അപ്പം സങ്കടങ്ങളുള്ള നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ കേട്ടു, സന്തോഷം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചുരുക്കി പറയണേ, ഈ വലിച്ചു നീട്ടി പറഞ്ഞാൽ എനിക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷം, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അല്ല ഇതിൽ കൂടിപ്പോയി അഹങ്കാരമാണെന്ന് പറയണമെങ്കിൽ അതും കമൻറ്റിൽ എഴുതിയിട്ടോളൂ കേട്ടോ. അമ്മമാരെ എപ്പോഴും ഇഷ്ടം. ഒത്തിരി പേര് അമ്മയില്ലാതെ, അമ്മമാരില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ താങ്ങും തണലുമായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതൊരു വലിയൊരു ഗ്രേറ്റ് തിങ് ആണ് മദർഹുഡ് എന്ന് പറയുന്നത്. അപ്പം അതും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നമ്മളെ സംരക്ഷിക്കണമെന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നമുക്ക് അമ്മ എന്നൊരു പദവി കറക്റ്റായി തരണമെന്നില്ല. അതില്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് നമ്മളുടെ ആ ഒരു വാല്യൂ മനസ്സിലാകും. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുക. പ്രസവിച്ചാൽ മാത്രമേ അമ്മയാകൂ എന്നൊന്നുമില്ല. അതുപോലെ അച്ഛനും. ഓക്കെ, അപ്പോൾ ഞാൻ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറേയൊക്കെ കറക്റ്റ്നെസ് ഉണ്ടായിരിക്കാം. ഇത് 50 പേരൊന്നും നിജപ്പെടുത്തിയിട്ടൊന്നുമില്ല, അവർക്കും കൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പാഴ്സൽ ചെയ്ത് വിൽക്കുന്ന സാധനങ്ങൾ, അത് ഒക്കെ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഐ വിൽ സപ്പോർട്ട് യു. ഗൈഡ് ലൈൻ ഉണ്ടാകും. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ഇടാറുണ്ട്. ഞാൻ മാക്സിമം പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ഞങ്ങൾക്കൊരു പോസ്റ്റാക്കി തന്നാൽ ഞാനത് പോസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതൊന്നും പോരാ, നിങ്ങൾക്ക് ഈ പ്രൊമോഷൻസ് ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അതിനും കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഉണ്ടാക്കിയും തരാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.